പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് ഏവർക്ക് കടന്നു വരാമല്ലോ. അതിനുവേണ്ടി ഒരു വേറെ ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അതേ പ്രിയമുള്ളവരെ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പാകത്തിന് ഇന്നിന്റെ പകലിൽ ഞാൻ നിങ്ങളും തയ്യാറാക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതെ, ഇവിടെ മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അത് മറിയ ദൈവത്തെ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ സ്തുതിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനാണെങ്കിൽ എൻ്റെ നിങ്ങളുടെയൊക്കെ ലൈഫിനകത്ത് ദൈവം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തി പറയാൻ പാകത്തിന് എല്ലാ മനുഷ്യരുടെയും ലൈഫിനകത്ത് ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ആ അവസരത്തെ ഞാൻ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പറയാൻ തയ്യാറാകണം, ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയത് ചെയ്തു, എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ നാമം പരിശുദ്ധമാണ് എന്ന് പറയാൻ പാകത്തിന് എത്ര പേര് ഇന്ന് പകല് ധൈര്യത്തോടെ എഴുന്നേൽക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാം നൂതനമായതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ നമ്മൾ കാണുന്നതിനനുസരിച്ച് മാത്രമുള്ള ഒരു ജീവിതമല്ല ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഭക്തനിൽ നിന്നുണ്ടാകേണ്ടത്. മറിച്ച് അവൻ കാണാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, കാണാതെ കിടക്കുന്ന ഒരു ഹിഡനായിട്ട് കിടക്കുന്ന ഒരുപാട് റിയാലിറ്റികളുണ്ട്, ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് ട്രൂത്ത് ഉണ്ട്. അതിന് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ദൈവത്തെ എനിക്ക് പറയാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. അതെ, ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും പറയാൻ വേണ്ടി പോകുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയ തുറവികൾ വന്നിരിക്കുന്നു എന്ന് വ്യക്തിപരമായി നാം ഓരോരുത്തരും പറയാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ ഒരു വചനത്തെ ഏറ്റെടുക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ വചനത്തെ ഒന്ന് പ്രസ്താവിക്കാൻ കഴിയും? അവരുടെ വായിലൂടെ പുതിയ ദൈവികമായ നൂതനമായ ദൈവിക പദ്ധതികളെ കുറിച്ച് അവർ വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്, സാക്ഷ്യം പറയാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങയെക്കുറിച്ച് പറയാനായിട്ടുള്ള ദൈവികമായ കൃപകൾ എനിക്ക് തരണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആമേൻ, ഹല്ലേലൂയ. ധൈര്യം കർത്താവ് ഇന്ന് പകലെ നമ്മുടെ മേൽ കൈമാറുകയാണ്. ഇവിടെ മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ നാമം പരിശുദ്ധമാണ്. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി പറയുന്നതിന് ദൈവം കേൾക്കാൻ വേണ്ടി പോകുകയും, വ്യക്തിപരമായി അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ മാറിയും തിരിഞ്ഞും എല്ലാം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്കും വ്യക്തിപരമായി ദൈവത്തെ പറയാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയാണ് എല്ലാവരും ഒറ്റയ്ക്കിലും ചില സമയങ്ങൾക്കകത്ത് ഒറ്റപ്പെടലുകൾ വരുന്നതിന്റെ കാരണം, ചില സമയങ്ങൾ ശൂന്യത വരുന്നതിന്റെ കാരണം ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ല അനുഭവത്തിന്റെ അകത്ത് മാത്രമല്ല, നമ്മുടെ രോഗത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമ്മൾക്ക് ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും അപമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവമാണ്. ഇന്നിന്റെ പകലിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ദൈവം വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ എന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ആ ദൈവത്തെ അനുഭവിച്ച് ദൈവമക്കളുടെ എല്ലാ വാക്കുകൾ എന്തായിരുന്നു അറിയാമോ? അവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയാമോ? അവൻ ഇന്നിന്റെ സിറ്റുവേഷൻ്റെ അകത്ത് പരാതി പറയാതെ, പരിഭവിക്കാതെ ദൈവമായിട്ടൊന്ന് ചേർന്നിരുന്നാൽ നിങ്ങളുടെ വായി കൊണ്ട് പറയാൻ കഴിയും, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വലിയ നന്മകൾ ചെയ്തിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരു വലിയ കാര്യം ചെയ്യാൻ
പറയാൻ വേണ്ടി പോകുക. ഇനിയുള്ളതെല്ലാം വലിയ കാര്യങ്ങൾ, ശക്തനായവൻ. കാരണം ശക്തനാണ് ആ ദൈവത്തിന്. ഏത് കാര്യം നമ്മുടെ മുൻപ് ചെയ്തു തരാൻ കഴിയും. ആ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയോടെ പറയാൻ, പ്രാർത്ഥിക്കാൻ എത്ര പേര് ഇന്ന് പകലിൽ തയ്യാറാകും? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുകയാണ്. ഇന്നിന്റെ പകലിന്റെ അകത്ത് പലരും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുവാൻ പാകത്തിന് അവരുടെ സിറ്റുവേഷനുകൾ തിരിയട്ടെ. അവരുടെ ലൈഫുകൾക്കകത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെപ്പാ. അവരുടെ ജീവിതത്തിനകത്ത് വലിയ തിരിവുകൾ ഉണ്ടാകട്ടെ കർത്താവേ. പിതാവേ, നീ അങ്ങനെ ചെയ്ത് അവരെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുമാറ് അവരുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ കൊടുത്തു. പിതാവേ, നീ എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.